പരിശുദ്ധ എന്നേരവും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും അങ്ങേക്കാരാധന. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. സഹനം ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. നമ്മൾ എത്രയൊക്കെ സഹനത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പരിശ്രമിച്ചാലും അത് നിഴല് പോലെ കൂടെയുണ്ടാകും. ഓരോ പ്രാവശ്യവും കുമ്പസാരത്തിനും കൗൺസിലിനും വരുന്ന പലരുടെയും ജീവിതം പറയുന്നത് ഇങ്ങനെയാണ്. മുഖത്ത് പുഞ്ചിരി ഉണ്ടാകും, പക്ഷെ ഉള്ളിൽ കണ്ണുനീരിൻ്റെ മഴയാണ്. ചുറ്റുമുള്ളവർക്ക് നിങ്ങൾക്കെല്ലാം ഉണ്ടെന്നൊരു തോന്നലുണ്ടാകും, പക്ഷേ ഉള്ളിൽ വേദനകളുടെ കഠോരമായ ദാരിദ്ര്യമാണ്. എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എത്രയൊക്കെ ദൈവത്തോട് നമ്മൾ അപേക്ഷിച്ചാലും അവസാന ശ്വാസം വരെ സഹനമുണ്ടാകും. പലരും അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. കാരണം അവിടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. ദൈവം നിശബ്ദനായിട്ട് നിൽക്കുന്നു. ചിലർ മാത്രം ദൈവത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇനി വേറൊരു അഭയവുമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. സഹനമുണ്ടാകും ജീവിതത്തിൻ്റെ അവസാനം വരെ. സഹനം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ചാലും അത് കൂടെയുണ്ടാകും. പക്ഷേ സഹനത്തെ എങ്ങനെ നേരിടണമെന്നാണ് നാം പഠിക്കേണ്ടത്. എടുത്തു മാറ്റണമേ എന്നല്ല, അതിനെ അഭിമുഖീകരിക്കുവാനുള്ള കരുത്ത് തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ സഹിക്കണമെന്ന് പഠിപ്പിക്കാനാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അവൻ സഹിച്ചു, ഒരുപാട് വേദനകളുടെ കടന്നുപോയി. സുവിശേഷങ്ങളുടെ അവസാനത്തെ അധ്യായങ്ങൾ പറയുന്നത് എങ്ങനെ ക്രിസ്തു സഹിച്ചുവെന്ന, ആരിലൂടെ സഹിച്ചുവെന്ന, ആ സഹനത്തെ എങ്ങനെ അവൻ അതിജീവിച്ചുവെന്ന. അതെ, അവസാനത്തെ അധ്യായങ്ങളിൽ നാം 3 സ്ഥലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നു. ആദ്യത്തേത് ഗസ്തമനിയ, രണ്ടാമത്തേത് ഗബാത്തയ,
മൂന്നാമത്തേത് ഗോൽഗോത്ത, കാൽവരി. 3 വാക്കുകൾക്കും ഒരു സമാനതയുണ്ട്. ഗസ്തമനി, ഗബാത്ത, ഗോൽഗോത്ത. ആദ്യത്തെ സ്ഥലം അത് ഒലിവുമലയ, ഗസ്തമനി. അവിടെ അവൻ ആരിൽ നിന്നാണ് സഹനമേറ്റെടുത്തത്? ഞാൻ പറയും, പിശാചിൽ നിന്നാണ്. മരുഭൂമിയിൽ 3 വട്ടം പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു അതിനെ അതിജീവിച്ചു. തൽക്കാലത്തേക്ക് പിശാച് അവനിൽ നിന്ന് വിട്ടുമാറി. എന്നാൽ ജീവിതത്തിൻ്റെ പല നിർണായക നിമിഷങ്ങളും പിശാച് വീണ്ടും വീണ്ടും വന്ന് അവനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഗസ്തമനിയിലും അത് തന്നെയല്ല പിശാച് ചെയ്തത്. ഇനി യാതനയുടെ കുരിശ് മരണമാ. നീ അതേറ്റെടുത്ത മാനവകുലത്തിന് രക്ഷയുണ്ടാകും. അതിനാൽ അവിടേക്ക് പോകാതിരിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ആത്മീയവീര്യത്തെ കെടുത്തിക്കളയാനാ പിശാച് ശ്രമിച്ചത്. ആ പ്രലോഭനത്തെ വീണുകൊണ്ട് ഒരു നിമിഷം ക്രിസ്തു പോലും പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്ന്. എന്നാൽ ഉടനെ അതിനതിജീവിച്ചുകൊണ്ട് അവൻ പറഞ്ഞില്ല, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. പിശാചിൻ്റെ പ്രലോഭനം അതികഠിനമായിരുന്നു. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടന്ന ശിഷ്യന്മാരെ ഉണർത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞത്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണവോടെ പ്രാർത്ഥിക്കുവനെന്ന്. ക്രിസ്തുവിനുണ്ടായ സഹന പരീക്ഷണം പിശാചിൽ നിന്ന് നമുക്കുമുണ്ടാകും. ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് തോന്നുമ്പോൾ, ഒരു ത്യാഗം ചെയ്യാൻ തോന്നുമ്പോൾ, എന്തിനത് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ദുരാത്മാവ് നമ്മുടെ ഉള്ളിൽ എവിടെയോ എപ്പോഴുമുണ്ട്. സഹനം വരുമ്പോൾ, ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ കുരിശ് കാണുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുവാൻ, ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് പോകുവാൻ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് വിളിച്ച് പറയുന്ന ദുരാത്മാവിൻ്റെ സ്വരത്തെ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ദൈവം തരുന്ന സഹന കുരിശിനെ ഏറ്റെടുക്കാനായിട്ടുള്ള കരുത്തിന് വേണ്ടിയ യേശുവിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ഇഷ്ടമല്ല ദൈവമേ, നിൻ്റെ ഇഷ്ടം നിറവേറണമേ എന്ന നാം ഈ ഗസ്തമനിയിൽ പ്രാർത്ഥിക്കേണ്ടത്. അതിനുശേഷം ക്രിസ്തു പോകുന്നത് എവിടേക്കാണ്? ഗബാത്ത എന്നൊരു കൽത്തടത്തിലേക്ക്. ആ പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് സഹനങ്ങൾ അവനുണ്ടാകുന്നുണ്ട്. ആ സഹനം അവന് കൊടുക്കുന്നത് പിശാചല്ല, മനുഷ്യരാ. ആദ്യം തുടങ്ങുന്നത് അവൻ സ്നേഹിച്ച പ്രിയപ്പെട്ടവരിൽ നിന്ന. കൂടെയുണ്ടായിരുന്ന യൂദാസ് അവന് ഒറ്റിക്കൊടുക്കുന്നു. ശിഷ്യപ്രമുഖനാക്കിയ പത്രോസ് അവനെ തള്ളിപ്പറയുന്നു. ശേഷിക്കുന്നവരൊക്കെ അവനെ തനിച്ചാക്കി ആ തോട്ടത്തിൽ നിന്ന് ഓടിപ്പോകുന്നു. പിന്നെ അവൻ പോകുന്നത് പാപികളായ മനുഷ്യരുടെ കരങ്ങളിലേക്ക്. മത്തായി സുവിശേഷം പറയുന്നുണ്ട്, സമയമായപ്പോൾ അവൻ പാപിയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടുവെന്ന്. മനുഷ്യർ ഏറ്റവും കഠോരമായ സ്വഭാവത്തോടെ അവനെ ദ്രോഹിക്കുന്നുണ്ട്, അവനെ മുറിപ്പെടുത്തുന്നുണ്ട്, അവൻ്റെ മുഖത്തടിക്കുന്നു, അവൻ്റെ മുഖത്ത് തുപ്പുന്നു, അവൻ്റെ വസ്ത്രങ്ങൾ കീറിയെടുക്കുന്നു, അവൻ്റെ ശിരസിൽ മുൾക്കിരീടം ധരിപ്പിച്ചുകൊണ്ട് അവനെ യഹൂദ രാജാവെന്ന് പറഞ്ഞ് നിന്ദിക്കുന്നു. എല്ലാവിധ മനുഷ്യരുടെയും സഹനത്തിലൂടെ അവൻ കടന്നുപോയി. ഒടുവിൽ എല്ലാ മനുഷ്യരുടെയും പ്രതീകമായി പീലാത്തോസ് കടന്നു വരുന്നു. ഗബാത്ത എന്ന കൽത്തടത്തിൽ ഇരുന്നു കൊണ്ട് ആ നീതിമാനെ അവൻ കുറ്റം വിധിക്കുന്നു, അവന് മരണശിക്ഷ കൊടുക്കുന്നു. ഇതേ അനുഭവം നമുക്കുമുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം. ഒരു സങ്കട നേരത്ത് നമ്മൾ ഒറ്റിക്കൊടുത്തേക്കാം. ശത്രുക്കൾ നമുക്കെതിരെ ഉപജാപം നടത്തിയേക്കാം. കൂടെയുള്ളവർ തന്നെ വേദനിപ്പിക്കുമ്പോഴും അകന്നു നിൽക്കുന്നവർ നമ്മൾ ദ്രോഹിക്കുമ്പോഴും ഓർക്കുക, ക്രിസ്തു അതിനെ അതിജീവിച്ചു. കാരണം ഈ സഹനം തൻ്റെ കുരിശ് മരണത്തിന് അനിവാര്യതയാണെന്ന് അവൻ മനസ്സിലാക്കി. കുരിശിൽ കടന്നുകൊണ്ട് തന്നെ വേദനിപ്പിച്ച എല്ലാ മനുഷ്യരോടും അവൻ പൊറുത്തു. ഇവർ ചെയ്തതെന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ മിഴിപൂട്ടിയത്. ഈ ഗബാത്തായിൽ നിന്നും മൂന്നാമത് അവൻ പോയത് എവിടേക്കാണ്? ഗാഗുത്തായിലേക്കാണ്.
കാൽവരിയിലേക്ക്. ആ കുരിശിൻ്റെ മാറിലേക്ക് അവൻ പോയപ്പോൾ ഉള്ളിൽ ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ചേക്കാം ദൈവപിതാവിൻ്റെ സാന്നിധ്യം. ഈ സഹിച്ചതും ഈ വേദനിച്ചതുമൊക്കെ ആ പിതാവിനെ പ്രീതിപ്പെടുത്താനാ. കാൽവരിയിലെങ്കിലും ദൈവപിതാവ് ഇടപെടുമെന്ന് അവൻ ആഗ്രഹിച്ചിരിക്കാം. സ്വന്തം വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പോൾ, അവൻ്റെ കൈകാലുകൾ കുരിശിൻ ആണികളെ തറച്ചപ്പോൾ, അവന് കയ്പിൻ്റെ വിനാഗിരി കൊടുത്തപ്പോൾ, താഴേക്കിറങ്ങി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് ജനം അവൻ അവഹേളിച്ചപ്പോഴൊക്കെ ഒരു നിമിഷം അവൻ ആകാശങ്ങളിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചിരിക്കാം, ദൈവമേ ഇടപെടണമേ എന്ന്. എന്നാൽ ദൈവം ഇടപെട്ടില്ല. അതാണ് ക്രിസ്തു സഹിച്ച മൂന്നാമത്തെ വേദന. ആ വേദനയുടെ നടുവിലാണ് ആ പുത്രൻ പറഞ്ഞത്, എലേ എലേ ലാമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന്. ക്രിസ്തു ഈ വേദനയുടെ കടന്നുപോയി. ദൈവപിതാവിൻ്റെ നിശബ്ദത എന്ന വേദന. ഇതേ സങ്കടാനുഭവം നമുക്കുമുണ്ടാകും. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കാതെ പോകുന്ന സങ്കടം. രോഗം മാറാൻ, കടക്കിണി മാറാൻ, വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറാൻ, മക്കൾ നന്മയിലേക്ക് വരാൻ ഒക്കെ പ്രാർത്ഥിച്ചിട്ടും ഒന്നും കേൾക്കാതെ പോകുന്ന പരമനികുടവാനായ പരമനിശബ്ദനായ ദൈവം നമ്മളെയും പലപ്പോഴും വേദനിപ്പിക്കും. എന്നാൽ ആ വേദനയ്ക്ക് ശേഷം ക്രിസ്തു എന്താണ് പറഞ്ഞത്? ദൈവം മിണ്ടില്ലായിരിക്കാം, അവൻ നിശബ്ദനായിരിക്കാം, എങ്കിലും അവനിൽ ഞാൻ ആശ്രയിക്കും. എന്നിട്ട് അവസാനമായിട്ട് ക്രിസ്തു പറഞ്ഞു, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന്. അതെ, പിശാച് നമ്മളെ വേദനിപ്പിച്ചേക്കാം, പ്രിയപ്പെട്ട മനുഷ്യർ നമ്മളെ മുറിപ്പെടുത്തിയേക്കാം, ദൈവത്തിൻ്റെ മഹാനിശബ്ദത നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായേക്കാം. എങ്കിലും നമുക്കും ക്രിസ്തുവിനെ പോലെ ഈ ജീവിതത്തെ, ഈ ആത്മാവിനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാനാകണം. അതാണ് വിശ്വാസം. ഓർക്കുകയാണ്, ഒരു കൊച്ചുകുട്ടി വൈകുന്നേരം കടൽ തീരത്ത് ഒരു പട്ടം പറപ്പിച്ചു കൊണ്ടിരിക്കുക. ആ പട്ടം ഉയർന്നുയർന്ന് മേഘങ്ങൾക്ക് മറയിലേക്ക് പോയി. അവൻ പട്ടം കാണുന്നില്ല, എങ്കിലും ചരട് പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടിരിക്കുക. അതിൽ യാത്ര ചെയ്ത ഏതോ ഒരു മനുഷ്യൻ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നതെന്ന്. കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ പട്ടം പറപ്പിക്കുക. അയാളും ആകാശങ്ങളിലേക്ക് നോക്കിയപ്പോൾ പട്ടമൊന്നും കണ്ടില്ല, മേഘങ്ങൾക്ക് മറയിലാണല്ലോ. അയാൾ ചോദിച്ചു, ഞാൻ പട്ടമൊന്നും കാണുന്നില്ലല്ലോ, പിന്നെ നിനക്കെന്താ ഇങ്ങനെ പറയാൻ കാരണമെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, മേഘങ്ങൾക്ക് മറയിലെ ആ പട്ടത്തെ ഞാനും കാണുന്നില്ല, പക്ഷേ ആ മേഘമറയിൽ ആ പട്ടമുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇടയ്ക്കിടയ്ക്ക് പട്ടത്തിൽ നിന്നും വരുന്നൊരു ബലം എൻ്റെ ഈ ചരടിൽ അനുഭവപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കുറപ്പാ അതിനപ്പുറം ആ പട്ടമുണ്ടെന്ന്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, സങ്കടങ്ങൾക്കും ദുരന്തങ്ങൾക്കും മേഘമറകൾക്കപ്പുറത്ത് ദൈവം എവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചരട് വലിക്കുന്നുണ്ട്. അത് നമുക്ക് അനുഭവിക്കാനാകണം. ക്രിസ്തു അനുഭവിച്ചു. വേദനയുടെ നിമിഷങ്ങളിൽ പിശാച് അവനെ തകർത്ത് കളഞ്ഞപ്പോൾ, മാനവരാശി മുഴുവനും അവനെ വേദനിപ്പിച്ചപ്പോൾ, ദൈവത്തിന് നിശബ്ദതയുടെ മേഘമറയ്ക്കപ്പുറത്ത് ആ പിതാവ് സ്നേഹത്തോടെ തന്നെ കാത്തു പാലിക്കുന്നുണ്ടെന്ന വിശ്വാസത്തിൻ്റെ കരുത്തിലാണ് ആ പുത്രൻ ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന്. ഇതാ ആ പുത്രനാണ് ഈ ദിവ്യഗാന രൂപത്തിലെ. അവൻ്റെ മുമ്പിൽ നമ്മുടെ സഹനങ്ങളെ സമർപ്പിക്കാം. ഒരുപാട് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നമുക്കുമുണ്ടാകുന്നുണ്ട്. ഗസ്തമനി പോലെ, ഗബാത്ത പോലെ, ഗോഗൽത്ത പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പല നിർണായക സങ്കടങ്ങൾ നിമിഷങ്ങളിലും നമ്മുടെ ആശ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ക്രിസ്തുവിൻ്റെ സഹനത്തെ നമുക്ക് ധ്യാനിക്കാം. അവൻ സഹനത്തെ അതിജീവിച്ചതുപോലെ അനുദിന ജീവിത സഹനങ്ങൾ അതിജീവിക്കുവാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാരാധനയുടെ ഈരടികൾ നമുക്ക് ആലപിക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ
നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിക്ഷയാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. പഴയ നിയമത്തിലെ ജോബും ക്രിസ്തുവിനെ പോലെ സഹിക്കുന്നില്ലേ? ആദ്യം പിശാചാണ് അവനെ വേദനയിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്. അവൻ്റെ സമ്പത്തുകൾ കവർന്നെടുക്കുന്നതും അവൻ്റെ ദാസ്യദാസന്മാരും മക്കളും കൊല്ലപ്പെടുന്നതും അവൻ്റെ ശരീരത്തിലേക്ക് വെണമുറിവുകൾ നൽകുന്നതുമൊക്കെ പിശാച. ആ സഹനത്തിന് ശേഷം അവന് വേദന അനുഭവം കൊടുക്കുന്നത് അവൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർ തന്നെയാണ്, അവൻ്റെ ഭാര്യ. നീ ദൈവത്തെ ശപിച്ച് മരിക്കുക എന്ന് പറഞ്ഞ അവൻ്റെ ഹൃദയം തകർത്തത്. പിന്നെ അവൻ്റെ കൂടെയുണ്ടായിരുന്ന ചങ്ങാതിമാർ, സുഹൃത്തുക്കൾ ന്യായവാദങ്ങൾ നടത്തി അവനെ വേദനിപ്പിക്കുന്നു. ആ സഹനങ്ങൾക്ക് ശേഷം മൂന്നാമതായി ദൈവം തന്നെ കടന്നു വരുന്നു. അവൻ്റെ വിഷമസന്ധിയിലേക്ക് ദൈവം കടന്നു വന്നിട്ട് 1000 ചോദ്യങ്ങൾ കൊണ്ടാണ് അവനെ തകർത്ത് കളയുന്നത്. പിശാചും മനുഷ്യനും ദൈവവുമൊക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളുടെ വഴി തുറന്നിട്ടിട്ടും അവൻ ഇടറിയില്ല. ഒടുവിൽ നഷ്ടപ്പെട്ടതിൻ്റെ 10 മടങ്ങ് കൃപ അവന് ലഭിച്ചു. ക്രിസ്തുവിനെ പോലെ, ജോബിനെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള സഹനാനുഭവം വരുമ്പോൾ ഇടറാതെ പതറാതെ വിശ്വാസത്തിൻ്റെ കരുത്ത് ജീവിക്കുവാനുള്ള ആത്മബലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ആരാധനയുടെ ഈരടികൾ നമുക്ക് ആലപിക്കാം. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോൽ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. 3 പെൺകുട്ടികളെ കുറിച്ച് ഓർക്കുകയാണ്. ഒരു മലയോര ഗ്രാമത്തിലാണ് അവരുടെ വീട്. എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയത്തിൽ ഗാനം ആലപിക്കുന്നവരാണവർ. ഒരു വെള്ളിയാഴ്ച വലിയൊരു മഴ പെയ്തു. മണ്ണുകളിങ്ങനെ തകർന്നൊലിച്ചൊലിച്ച് പോയിക്കൊണ്ടിരിക്കുക. ആ മലയോര ഗ്രാമത്തിൽ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു. ഈ പെൺകുട്ടികളുടെ വീടും ആ വീട്ടിലുണ്ടായിരുന്ന മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ ആ പ്രളയമഴയിൽ നഷ്ടപ്പെട്ടു. അയൽവാസികളാണ് ഈ 3 പെൺകുട്ടികളെയും രക്ഷിച്ചത്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ആ വെള്ളിയാഴ്ച വീട്, സ്വന്തം മണ്ണ്, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സമ്പത്തൊക്കെ. 2 ദിവസം കൂടി കഴിഞ്ഞ് ഞായറാഴ്ചയായപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവർ ഇന്ന് ദേവാലയത്തിൽ വന്ന് ഗാനം ആലപിക്കില്ല എന്ന്.
ആരോ കൊടുത്ത വസ്ത്രം ധരിച്ച് അവരും കുർബാനയ്ക്ക് വന്നു. എല്ലാവരും ആകാംക്ഷയോടെ ആ കുട്ടികളെ നോക്കിയപ്പോൾ അൾത്താരയിലെ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് അവരിങ്ങനെ ആലപിച്ചു: ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ. എല്ലാം നഷ്ടപ്പെട്ടിട്ടും, സ്വന്തം വീടും മണ്ണും കൈവിട്ട് പോയിട്ടും, പ്രിയപ്പെട്ട മാതാപിതാക്കൾ പോലും കൊല്ലപ്പെട്ടിട്ടും, ആ സഹനത്തിൻ്റെ മധ്യ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ മനസ്സ് കാണിച്ചവർ. പലവിധ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും സഹനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കും വരും. അതിനു മധ്യേ ഇവരെ പോലെ, ജോബിനെ പോലെ, ക്രിസ്തുവിനെ പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നന്ദും ജീവിതം സമർപ്പിക്കുവാനുള്ള ആത്മീയ ബലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ആരാധനയുടെ ഈരടികൾ നമുക്ക് ആലപിക്കാം. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിക്ഷയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിക്ഷയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ കുരിശുകൾക്കും നമുക്ക് നന്ദി പറയാം. ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യനാക്കാൻ ബലം തരുന്ന കുരിശുകളാണത്. അവൻ കുരിശിൻ്റെ വഴിയിലൂടെ ഇടറാതെ പതറാതെ കടന്നു പോയതുപോലെ അവൻ്റെ നിഴല് പോലെ നമുക്കും അവൻ അനുഗമിക്കാം. സഹനമുണ്ടാകും അവസാനത്തെ ശ്വാസം വരെ. അതിനതിജീവിക്കുവാൻ ക്രിസ്തു തന്നെ നമ്മളെ ബലപ്പെടുത്തട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ശിരസ്സ് നമിക്കാം. ഓ എൻ്റെ ദൈവമേ, ആരാധന. ഓ നിത്യസ്നേഹമേ, ആരാധന. ഓ സ്ഥിരൻ രൂപനായി രാപ്പകൽ വാഴും ഓമൽ സുതനേശുവേ, ആരാധന. ഓ എൻ്റെ ദൈവമേ, ആരാധന. ഓ നിത്യസ്നേഹമേ, ആരാധന.